ഹലോ ഫ്രണ്ട്സ്, സിലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ബട്ടർ കുക്കീസ്. വളരെ ഈസി ആയി തന്നെ നമുക്ക് വീട്ടിൽ കുക്കീസ് ഉണ്ടാക്കാൻ പറ്റും. അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായി 2 കപ്പ് മൈദ, 250 ml കപ്പിലാണ് എടുത്തിരിക്കുന്നത്, 125 ഗ്രാം ബട്ടർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ വനില എസൻസ്, 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 കോഴിമുട്ട. ഇത്രയും ആവശ്യമുള്ളൂ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ ആവശ്യമായി. ആദ്യം നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ബട്ടർ ആയിരിക്കണം എടുക്കേണ്ടത്. പിന്നെ ഞാനത് സാൾട്ടർ ബട്ടർ എടുത്തിരിക്കുന്നത്. അൺസാൾട്ടർ ബട്ടർ എന്നുണ്ടെങ്കിൽ 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയും ഇതേപോലെ അരിച്ച് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയുടെ കട്ടയെല്ലാം പോകാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ അരിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു എഗ് ബീറ്റർ കൊണ്ട് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് ഒരു ക്രീം രൂപത്തിലായിരിക്കണം, വൈറ്റ് കളറായിരിക്കണം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീറ്റ് ചെയ്ത മുട്ടയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് രണ്ടും ചേർത്ത് നല്ല പോലെ വീണ്ടും ബീറ്റ് ചെയ്തെടുക്കണം. നല്ല പോലെ ബീറ്റ് ചെയ്ത് നല്ല ക്രീമി രൂപത്തിലായിരിക്കണം. ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മൈദ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിച്ചിട്ട് കൊടുക്കരുത്, ഒരു 3 ബാച്ചായിട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്തതിന് ശേഷം ഇതേപോലെ ബീറ്റ് ചെയ്തെടുക്കണം. എഗ് ബീറ്റർ ഇല്ലെങ്കിൽ സ്പാച്ചിലർ കൊണ്ട് മിക്സ് ചെയ്താലും മതിയാവും. മൈദ എല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പാച്ചിലർ കൊണ്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. ഞാൻ N1 നോസിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ കുക്കീസ് ചുറ്റിച്ചെടുക്കാം. അടുത്തടുത്ത് വെക്കരുത്, കുറച്ച് അകന്ന് വേണം ചുറ്റിച്ചെടുക്കാൻ. ഇതുപോലെ എല്ലാതും ചുറ്റിച്ചെടുക്കണം. നമ്മൾ കുക്കീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓവൻ പ്രീ ഹീറ്റാക്കി വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് 200 ഡിഗ്രിയിൽ പ്രീ ഹീറ്റാക്കിയ ഓവനിലേക്കാണ് കുക്കീസ് വെച്ച് കൊടുക്കുന്നത്. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് മതിയാവും ബേക്ക് ചെയ്യാൻ. ഈ ബേക്ക് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളത് കുക്കീസ് ഉണ്ടാക്കാം. ഞാനിത് റൗണ്ട് ഷേപ്പിലാണ് ഇതുണ്ടാക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയതിന് ശേഷം ഇതിന് മുകളിൽ ഒരു ഫോർക്ക് കൊണ്ട് പ്രസ് ചെയ്താണ് ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു മുകൾ ഭാഗം ഒരു ഡിസൈൻ ഉണ്ടാവും. ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്കത് ബേക്ക് ചെയ്യാം. ഇത് 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി പുറത്തെടുത്ത് നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുക്കുമ്പോഴേ ഇത് നല്ല ക്രിസ്പി ആവുകയുള്ളൂ. ഇനി വെയിറ്റ് ചെയ്യാം. നമ്മൾ കുക്കീസ് എല്ലാം തണുത്തിട്ടുണ്ട്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. നമുക്ക് മക്കൾക്ക് ഇനി ബേക്കറിയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും
മറക്കരുത്. നല്ല ചൂടുള്ള ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാൾ ടേസ്റ്റായി എനിക്ക് തോന്നുന്നു ആ ബട്ടറിൻ്റെ ഒക്കെ ടേസ്റ്റ് വരുമ്പോൾ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.